വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഇന്നത്തെ നമ്മളെ ജോലി സംബന്ധമായ ഒരു കാര്യമാണ്. ക്യാമറ, അതുപോലെ ഫയറിൻ്റെ സാധനങ്ങളൊക്കെ ഊരിയെടുക്കലാണ്, ഫിറ്റ് ചെയ്യലാണ് സാധാരണ പരിപാടി. ഇന്ന് നമ്മളതൊക്കെ ഊരിയെടുക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ആ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഓരോ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും സാധിക്കാനും പഠിക്കാനും പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് ക്യാമറ, അതുപോലെ എമർജൻസി ഈ കറണ്ട് പെട്ടെന്ന് പോയാൽ കത്തുന്ന സാധനങ്ങൾ, അതുപോലെ നമ്മളെ ഫയർ എന്തെങ്കിലായാൽ ഈ സാധനത്തിലാണ് ഈ പുക തട്ടുമ്പോൾ വാർണടിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഊരിയത്. അപ്പോൾ അതുപോലെ ഓരോ കിണ്ണങ്കച്ചി കിടുക്കാച്ചി കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളെ പരിപാടി. ഈ സാധനങ്ങളൊക്കെയാണ് ക്യാമറ. ഈ ക്യാമറയൊക്കെ 4 സൈഡിലും ഇങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ 40-40ഓളം ക്യാമറ ഫിറ്റിംഗ് ഉണ്ട് ഇതിൽ ഈ എമർജൻസി ആകെ 3-4 ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓരോന്നും എങ്ങനെ കഴിച്ചെടുക്കുന്നു, അതുപോലെ ഫിറ്റ് ചെയ്യുന്ന കാര്യം ഇന്നില്ല കേട്ടോ. ഇത് ആണ് ഇതിൻ്റെ എല്ലാ കൺട്രോളും, ഫയറിൻ്റെ കൺട്രോളാണിത്. ഇതൊരു ഓട്ടോമാറ്റിക്കൻ സാധനമാണ്. ഒരു ഭയങ്കരമായ പരിപാടിയാണ്. അതിൻ്റെ ഉള്ളൊക്കെ തുറന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് മെഷീനുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇലക്ട്രോണിക് സാധനങ്ങളാണ്. അപ്പോൾ ഈ കറണ്ട് എവിടെയെങ്കിലും ടച്ചാകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ, പുക വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് എല്ലാ കൺട്രോളും നടക്കുക. അപ്പോൾ ഫയറിങ് ആയി കഴിഞ്ഞാൽ അത് ഓർണടിക്കും, സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇത്യാദി കാര്യങ്ങളാണ് നമ്മൾ കഴിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് സംഭവം. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം, ഫയറിങ്ങിൻ്റെ. ഇതിന് ഇത്രയും സാമഗ്രികൾ, മെഷീനുകൾ, കാര്യങ്ങൾ, കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഐറ്റങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും വയർ ടച്ചാകുക എന്ന കാര്യങ്ങളൊക്കെ ആയാൽ ഇതിൽ ഫയറിൻ്റെ സൗണ്ട് അടിക്കും. ഇതിലെല്ലാം അടിക്കുന്നത് ഇതിനുള്ളിൽ കൂടി മേലോട്ട് വയർ പോയിക്കൊണ്ട് ഇതാണ് ബെല്ല്. ഇതൊരു വലിയ ബെല്ലാണ്, നല്ല സൗണ്ടുള്ള സാധനമാണ്. അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തു. ഇതാണ് ആ സാധനം, നല്ല സൗണ്ടിങ് ആണത്. അത് ബെല്ലാണ് കേട്ടോ. ഇതിൻ്റെ സാധനങ്ങൾ പുറത്ത് ഇതിൻ്റെ ഓറിൻ്റെ സ്പീക്കർ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് അതാണ് എടുത്തത്. അത് റോട്ടിൽ നിന്നുള്ളതായിരുന്നു, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ ഐറ്റങ്ങളും ഞാനിങ്ങനെ പൊറുക്കിയിട്ട് ഇങ്ങനെ, ഇതൊക്കെ അതിൻ്റെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ, ഇത് വന്നിട്ട് നമ്മൾ ഡോറിൻ്റെ സ്പിങ്കർ വെച്ചാലേ ഈ ഡോർ ഓപ്പൺ ആവുള്ളൂ. അതിൻ്റെ ഒരു സാധനങ്ങളാണ് കീസിലിട്ടത്. അപ്പോൾ അടുത്തത് നമ്മളെന്തായി, ഓരോ ക്യാമറകളും നമ്മൾ ഊരിയിട്ടുണ്ട്. ഇതൊക്കെ പുറത്തുള്ള ക്യാമറ ആയിരുന്നു. അപ്പോൾ ഇത് എമർജൻസിൻ്റെ സാധനമാണ്, ലൈറ്റാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ബെല്ലാണ്, പുറത്തുള്ള സ്പീക്കറായിരുന്നു. ഇത് ക്യാമറ. അങ്ങനെ ഓരോ ക്യാമറകളും ഈ കാർട്ടൂൺ ഫുള്ളാക്കും, പിന്നെ അടുത്ത കാർട്ടൂണ് വേറെ റൂമിൽ നിന്ന് ഫുള്ളാക്കും. അങ്ങനെ ഓരോ ക്യാമറകളാണ് ഇതൊക്കെ കേട്ടോ. ഇത് പുറത്ത് വെച്ചിരുന്ന ക്യാമറയാണ്. ഇതകത്തുള്ള റൗണ്ടുള്ള ക്യാമറയാണ്. ഇതൊക്കെ ഓരോ റൗണ്ട് ക്യാമറയായിരുന്നു, ഉള്ളിലുള്ളതായിരുന്നു. അതും റൗണ്ട് ക്യാമറയാണ്. അപ്പോൾ ഇത് നമ്മളെ ബസ്മയാണ് കേട്ടോ. അതായത് ഫിംഗർ പ്രിൻ്റ് ഡോറായിരുന്നു. അതിൻ്റെ സാധനമാണ് ആ കേസിൽ വെച്ചത്. അങ്ങനെ ഓരോ ഐറ്റങ്ങളും നമ്മൾ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ ഐറ്റം തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ജോലി ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് കയറി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി പ്രിയമുള്ളവരോട് പറയാനുള്ളത് എന്താ പറയുക, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫിംഗറിൻ്റെ ഒരു കാര്യമാണിത് കേട്ടോ. ഫിംഗറിൻ്റെ സ്വിച്ച് ബോർഡായിരുന്നത്, അത് ഇപ്പോഴാണ് കഴിച്ചിട്ടത്. അതിൻ്റെ ക്ലിപ്പാണത്, അതിൻ്റെ സ്വിച്ചിൻ്റെ. അതാണ് ഫിംഗറിൻ്റെ. അതിനൊക്കെ ഒരു 10-100ഓളം വയറുകളുണ്ട്. വലിയ പ്രയാസമാണ് അതൊക്കെ ഊരാനൊരു പണിയില്ല, കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ നമ്മൾ ഓരോ ഐറ്റങ്ങളും ഇങ്ങനെ കഴിച്ച് റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ ഓരോന്നും തൃപ്തിപ്പാക്കി അതിൻ്റെ ശേഷമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത്രയും റൂമുകളുണ്ടായിരുന്നു. ഇതിൻ്റെ മേലെയും താഴെ എല്ലാ സാധനങ്ങളും ഊരി നമ്മൾ ഓരോരോ
തിരിച്ച് പെട്ടിയിലാക്കി. ഇതിൻ്റെ നടുവ് കൂടി ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇത് ലേഡീസ് ഒരു ഓഫീസായിരുന്നു. അതായത് ഇവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. വക്കീൽ ട്രെയിനിങ് ആയിരുന്നു. LLB, നാട്ടിലൊക്കെ LLB അറിയില്ല, വക്കീൽ ട്രെയിനിങ് ഒക്കെ നടത്തുന്ന സ്ഥലമാണ്, വലിയ ഓഫീസാണ്. അപ്പോൾ ആദ്യം നമ്മളുണ്ടായിരുന്ന ഇത് പറയും, വെയിറ്റിംഗ് റൂം അതിന് ആദ്യം. ഇതിൻ്റെ ഉള്ളിൽ ഈ ഇടുക്ക് വഴി കൂടി ഇങ്ങനെ പോകണം. വലിയ ആൾക്കാരിയ്ക്കുന്നതും അവിടെ ആണ് കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ടായിരുന്നത്. 22ഓളം കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഊരിയെടുത്തു. അതിൻ്റെയൊക്കെ വയറുകൾ അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർക്കൊരു കിച്ചൺ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഊരാൻ പോകുന്നത്, ഇവിടെ ഒരു എമർജൻസി ബാലൻസ് ഉണ്ട്, അതാണ്. അപ്പോൾ ആ എമർജൻസി ആണ് ഞാൻ ഊരിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് പോയാൽ ഉടനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തും. അതാണ് സാധനം കേട്ടോ, എമർജൻസി. അത് ഞാനെടുത്തു. അടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം വീണ്ടും ഇവിടുത്തെ കാര്യങ്ങൾ ബാലൻസ് എന്തുണ്ടെന്നൊക്കെ നോക്കി. അപ്പോൾ ഇന്നത്തെ ജോലി ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാം ഊരൽസാണ്, സാധാരണ ഫിറ്റിങ്സാണ് ഉണ്ടായാൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഹൗസ് ലേബർ ആണെങ്കിലും എല്ലാ ജോലിയും നമ്മൾ എടുക്കും കേട്ടോ. നമ്മളെ കമ്പനിയിൽ ഒരുപാട് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ജോലികളും എടുക്കും. അപ്പോൾ അതിലേക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ സൗകര്യങ്ങളില്ലെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ എടുക്കും, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഫയറിൻ്റെ സാധനമുണ്ട്. പുക അടിച്ചാൽ ഇതുണ്ട്, ഈ സാധനമാണ്. പുക തട്ടിയാൽ ഫയറായി കഴിഞ്ഞാൽ, ഫയറിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഈ സാധനമാണ്. ഇതിൽ തട്ടുമ്പോഴാണ് ഇവിടെ നിന്നുള്ള വിസിലുകൾ അങ്ങോട്ട്